ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് മാടക്കത്തറ സ്വദേശി തേക്കിലക്കാട്ടിൽ ഗോപി രാധ ദമ്പതികളാണ്. ഇവർക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ തല മുണ്ടനം ചെയ്യണം എന്നതായിരുന്നു ഇവരുടെ ആഗ്രഹം. അങ്ങനെ തിരുപ്പതിയിൽ പോയി മൊട്ടയടിക്കണമെന്ന ആഗ്രഹം നടന്നതാകട്ടെ 1 വർഷം കഴിഞ്ഞു. എന്തായാലും ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ വഴിപാട് നടത്തിയിരിക്കുകയാണ് ഇവർ. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം, എന്താണ് വഴിപാട് ഇത്ര വൈകാൻ കാരണം? സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ബുക്കിങ് കാര്യങ്ങൾ, വണ്ടി പോകാനായിട്ട് ഇത്തിരി താമസം, അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ 1 വർഷം വേണ്ടി വന്നു. 1 വർഷത്തിന് മുന്നേ തന്നെ ഇവിടെ ബുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരാൾക്ക് 4500 രൂപ. ഇവിടെ ഒരു ടീമായിട്ടാണ് ബസ് ടൂറിസം ബസ്സായിട്ട് പോയത്, 56 പേരടങ്ങണത്. പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് 2-3 മാസത്തേക്കൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ കാരണം ഇത്ര നേരം വൈകി. പിന്നെ കുട്ടികളുടെ 3 പേരെ പഠിപ്പ്, അതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഇപ്പോൾ പൈസ ഒത്തു വന്നപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ 1 വർഷത്തിനുള്ളിൽ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് എലക്ഷൻ വന്നതും അല്ലേ, ഈ സമയത്താണ് എലക്ഷൻ വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു, 1 വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷെ ആളോടുള്ളൊരു ആരാധന, പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ആൾ തന്നെ നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ, ഈ തൃശ്ശൂരിൽ തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചു, കളിയാക്കിയിട്ടുണ്ട്, എന്തിനാ ആൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ ഒരു നല്ല മനസ്സിന് വേണ്ടിയിട്ട് ആൾ ജയിച്ചേ പറ്റൂ. എന്നെ ഒരുപാട് ഇപ്പോഴും ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആൾക്ക് വേണ്ടിയിട്ടേ മൊട്ടടിച്ചതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ആൾക്ക് വേണ്ടി ചെയ്തത് ശരിയായില്ല എന്നാണ്. പക്ഷേ എന്തുകൊണ്ട് ആൾക്ക് വേണ്ടി ചെയ്ത് ആൾ എന്തോ ചെയ്യട്ടെ, ആർക്കോ എന്തോ ചെയ്യട്ടെ, പക്ഷെ നല്ലൊരു മനസ്സില്ലേ, ആ മനസ്സിന് വേണ്ടിയിട്ട് മാത്രം. എനിക്കിനി ഒരു ആഗ്രഹം, ആ ആളുടെ കൂടെ നിന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം, ഈ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ എനിക്കത് കാണിക്കണം, അത്രയേ ഉള്ളൂ. വൈകിപ്പോൾ ആളുകൾ ചോദിച്ചോ, എന്താ വഴിപാട് ഇത്രയും വൈകുന്നതെന്ന്? അത് പലരും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ. പിന്നെ മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു, രണ്ടാമത്തവർ ഇപ്പോൾ ഈ SLC പാസ്സായി. അവർ ഫുൾ A+ മേടിച്ചിട്ടുള്ള പിള്ളേരാണ് 2 പേരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഇനി കോളേജിൽ ചേർത്തണം, അങ്ങനെ ചിലവുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ട്യൂഷൻ, അങ്ങനെ ഇങ്ങനെ കുറേ ആൺകുട്ടികളല്ലേ. പിന്നെ കുടുംബത്തെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർലാക്കല്ല പിള്ളേർ കളി കൊടുക്കുന്നത്. 5 പേരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്ത് ജോലിയാണ് ചെയ്യണ ചേട്ടാ? എനിക്ക് ഈ ഉണക്കച്ചെമ്മീൻ്റെ കച്ചവടമാണ്. പിന്നെ ഈ ഞാൻ താൽക്കാലിക ജീവനക്കാരത്തി യൂണിവേഴ്സിറ്റി സ്കൂളിൽ ആയയുടെ പോസ്റ്റിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ അത് വല്ലപ്പോഴും ഇങ്ങനെ ജോലി കിട്ടും. ഇത് സുരേഷ് ഗോപി അറിഞ്ഞോ നിങ്ങൾ ഈ മൊട്ടയടിച്ച? ഇല്ല, ആരെ അറിയിക്കരുതെന്നുള്ള ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എൻ്റെ അച്ഛനും അമ്മയും മക്കളൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഇലക്ഷന് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഈ ആൾ ബൂത്തിലിരിക്കാറുണ്ട്. ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യുന്നവർക്ക് ബൂത്തിലിരിക്കുന്ന ആളാണ് ഭാര്യ. എല്ലാവരും പറഞ്ഞു ആളെ അറിയിക്കണ്ടേ. പറഞ്ഞു എന്തിനാ ആളെ അറിയിക്കണം, നമുക്ക് നമ്മളുടെ ഒരു മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യണത്, അല്ലാണ്ട് ആളറിഞ്ഞിട്ടോ ആളെ അറിയിക്കാനോ അല്ല. പക്ഷെ ഇത് അറിയേണ്ടി വന്നത് ഈ ഗ്രൂപ്പായിട്ട് നമ്മൾ ടീമായിട്ട് പോയപ്പോൾ എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ ഇത് അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞു, അങ്ങനെ അറിയിച്ചത്. അല്ലാണ്ട് ആരും അറിയാൻ പോണില്ല. സുരേഷ് ഗോപിനെ ഇലക്ഷന്റെ സമയത്തൊക്കെ കണ്ടിരുന്നു, അപ്പൊ അടുത്ത് ഇടപഴകി ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആള് മറ്റേ മീറ്റിങ്ങിനുണ്ടാവും. തൃശ്ശൂർ മാവ് നെയ്യ് വെച്ചു, അവിടെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ആഗ്രഹം, എനിക്ക് ഫാമിലി ആയിട്ട് എടുക്കാൻ പറ്റിയില്ലല്ലോ, ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്നിട്ട് എടുത്തിട്ടുണ്ട്. സിനിമയിലേക്ക് ഗരുഡൻ സിനിമ കാണാൻ വന്നപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറക്കോട് വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. മണ്ണുത്തിലേക്ക് വന്ന് അവിടെ ഒക്കെ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആഗ്രഹം, എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം ഇപ്പം എനിക്കുള്ളൂ. എന്തായാലും ഈ ഒരു ആഗ്രഹം നടക്കട്ടെ. സുരേഷ് ഗോപി ജയിച്ചാൽ തലമുണ്ടനം ചെയ്യുമെന്ന ആ ഒരു വഴിപാട് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. എന്തായാലും ഈ വാർത്ത സുരേഷ് ഗോപി കാണാനിടയാകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.